കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ല തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 527. സൂറത്ത് ഹൂദ് ആയത്തുകൾ 100 മുതൽ 123 വരെ, അതായത് അവസാനം വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك من أنباء القرآن نقصه عليك منها قائم وحصيد وما ظلمناهم ولكن ظلموا أنفسهم فما أغنت عنهم آلهتهم التي يدعون من دون الله من شيء لما جاء أمر ربك وما زادوهم غير تتبيت وكذلك أخذ ربك إذا أخذ القرى وهي ظالمة إن أخذه عليم شديد إن في ذلك لآية لمن خاف عذاب الآخرة ذلك يوم مجموع له الناس وذلك يوم مشهود وما نؤخره إلا لأجل معدود يوم يأتي لا تكلم نفس إلا بإذنه فمنهم شقي وسعيد فأما الذين شقوا ففي النار لهم فيها زفير وشهيق خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك إن ربك فعال لما يريد وأما الذين سعدوا ففي الجنة خالدين فيها ما دامت السماوات والأرض إلا ما شاء ربك عطاء غير مجذوذ فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل وإنا لموفوهم نصيبهم غير منقوص ولقد آتينا موسى الكتاب فاختلف فيه ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله من أولياء ثم لا تنصرون وأقم الصلاة طرفي النهار وزلفا من الليل إن الحسنات يذهبن السيئات ذلك ذكرى للذاكرين
واصبر فإن الله لا يضيع أجر المحسنين فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد في الأرض إلا قليلا ممن أنجينا منهم واتبع الذين ظلموا ما أترفوا فيه وكانوا مجرمين وما كان ربك ليهلك القرى بظلم وأهلها مصلحون ولو شاء ربك لجعل الناس أمة واحدة ولا يزالون مختلفين إلا من رحم ربك ولذلك خلقهم وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين وكلا نقص عليك من أنباء الرسل ما نثبت به فؤادك وجاءك في هذه الحق وموعظة وذكرى للمؤمنين وقل للذين لا يؤمنون اعملوا على مكانتكم إنا عاملون وانتظروا إنا منتظرون ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 528, സൂറത്ത് ഹൂദ് ആയത്ത് 100, പേജ് 808. ذَلِكَ مِنْ أَنْبَاءِ الْقُرَى نَقُصُّهُ عَلَيْكَ. ആ രാജ്യങ്ങളുടെ വൃത്താന്തങ്ങളിൽ നിന്ന് നിനക്ക് നാം വിവരിച്ചു തരുന്നതാണിത്. ഈ വിവരങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എവിടെ നിന്ന് കിട്ടി? ഒന്നും വായിച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ അറിയുന്നവരുമായി യാതൊരു സമ്പർക്കവും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതൊക്കെ ഇത്ര വസ്തുനിഷ്ഠമായി വിവരിക്കാൻ എങ്ങനെ സാധിച്ചു? അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയാണിതെന്ന് വ്യക്തം. മിൻഹാ ഖായിമുൻ വഹസീദ്. ആ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചിലത് ഇന്നും നിലനിൽക്കുന്നു, ചിലത് പറ്റേ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് 101. വമാ വലംനാഹും. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല. വലകിൻ വലമു അൻഫുസഹും. പക്ഷേ അവർ അവരോട് തന്നെയാണ് അക്രമം ചെയ്തത്. ഫമാ അഗ്നത് അൻഹും ആലിഹതുഹും അല്ലതി യദഊന മിൻ ദൂനില്ലാഹി മിൻ ഷൈഇൻ ലമ്മാ ജാഅ അംറു റബ്ബിക്. അപ്പോൾ അല്ലാഹുവിന് പുറമെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ ദൈവങ്ങൾ നിന്റെ റബ്ബിന്റെ കൽപ്പന വന്നപ്പോൾ അവർക്ക് യാതൊരു ഗുണവും ചെയ്തില്ല. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇലാഹുകൾ അഥവാ ആരാധ്യർ, ദൈവങ്ങൾ എന്ന് പറഞ്ഞതിൽ ഒരു കാര്യം വ്യക്തമായി, പ്രാർത്ഥിച്ചാൽ ദൈവമായി എന്ന്. അപ്പോൾ മുഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചവൻ ഷെയ്ഖിനെ ഇലാഹാക്കി. ഷെയ്ഖ് ഇലാഹാണെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ലെന്ന് ഇപ്പോൾ ചിലർ പറയുന്നു. സൃഷ്ടാവാണെന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ ചെയ്താലേ ഷിർക്കാകുകയുള്ളൂ എന്നാണ് വാദം. അത് ശരിയല്ലെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. നിരർത്ഥകമാണ് ആ വാദം. എന്നാൽ അവർ ഷെയ്ഖിനെ ഇലാഹാക്കുകയാണ് ചെയ്തത്. ആ പ്രാർത്ഥിക്കലാണ് ഇലാഹാക്കൽ. പേജ് 809. വമാ സാദുഹും ഗൈറ തത്ബീത്ത്. ആ പ്രാർത്ഥിക്കപ്പെട്ടവർ പ്രാർത്ഥിച്ചവർക്ക് നാശത്തെ അല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല. ആ പ്രാർത്ഥന നിമിത്തം അവർ മഹാപാപികളായി തീർന്നതേയുള്ളൂ, യാതൊരു ഉപകാരവും അവർക്ക് ലഭിച്ചതുമില്ല. ആയത്ത് 102. വകദാലിക അഖ്ദു റബ്ബിക ഇദാ അഖദൽ ഖുറാ വഹിയ ളാലിമ. രാജ്യക്കാർ അക്രമികളായിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു പിടികൂടുമ്പോൾ നിന്റെ റബ്ബിന്റെ പിടുത്തം അപ്രകാരമാകുന്നു. ഇന്ന അഖ്ദഹു അലീമുൻ ശദീദ്. നിശ്ചയമായും അവന്റെ പിടുത്തം വളരെ വേദനയുണ്ടാക്കുന്നതും വളരെ കഠിനമായതുമാണ്. അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു,
തീർച്ചയായും അള്ളാഹു അക്രമിക്ക് അയവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ അവനെ പിടിക്കുമ്പോൾ അവൻ പിടുത്തത്തിൽ നിന്ന് കുതിറിപ്പോകയില്ല. ബുഖാരി 46:86, മുസ്ലിം 25:83. ആയത്ത് 103. ഇന്ന ഫീ ദാലിക ലആയതൻ ലിമൻ ഖാഫ അദാബൽ ആഖിറ. നിശ്ചയമായും പരലോക ശിക്ഷ ഭയപ്പെടുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ദാലിക യൗമും മജ്മൂഉൻ ലഹുൻ നാസു. മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസമാണത്. വദാലിക യൗമും മഷ്ഹൂദ്. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു ദിവസവുമാണത്. ദൈവദൂതന്മാരും മലക്കുകളും ജിന്നുകളും മനുഷ്യരുമെല്ലാം ഒന്നായി സമ്മേളിക്കുന്ന ദിനമാണത്. ആയത്ത് 104. വമാ നുഅഖിറുഹു ഇല്ലാ ലിഅജലിൻ മഅദൂദ്. നിർണയിക്കപ്പെടുന്ന ഒരു അവധിക്ക് വേണ്ടി മാത്രമാണ് അതിനെ നാം നീട്ടിവെക്കുന്നത്. ആയത്ത് 105. യൗമ യഅതി ലാ തകല്ലമു നഫ്സുൻ ഇല്ലാ ബിഇദ്നിഹി. അത് വരുന്ന ദിവസം അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടിയല്ലാതെ യാതൊരാളും ഉരിയാടുകയില്ല. ഫമിൻഹും ശഖിയ്യുൻ വസഈദ്. അവരിൽ നിർഭാഗ്യവന്മാരും സൗഭാഗ്യവന്മാരുമുണ്ട്. ആയത്ത് 106. ഫഅമ്മല്ലദീന ശഖൂ ഫഫിന്നാരി. എന്നാൽ നിർഭാഗ്യവന്മാരായിട്ടുള്ളവരാകട്ടെ അവർ നരകത്തിലാകുന്നു. ലഹും ഫിഹാ സഫീറുൻ വശഹീഖ്. അതിൽ അവർക്ക് നെടുവീർപ്പയക്കലും തെങ്ങിക്കരച്ചിലും ഉണ്ടായിരിക്കും. ആയത്ത് 107. ഖാലിദീന ഫിഹാ മാദാമത്തിസ് സമാവാതു വൽ അർദു. ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം അവരതിൽ ശാശ്വതരായിരിക്കുന്ന അവസ്ഥയിൽ. പേജ് 810. ഇല്ലാ മാ ഷാ റബ്ബുക. അനന്തമായ കാലത്തോളം എന്നർത്ഥം. ഇല്ലാ മാ ഷാ റബ്ബുക. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. റബ്ബ് ഉദ്ദേശിച്ചത് മാത്രമേ നടക്കുകയുള്ളൂ, വേറെ യാതൊന്നും സംഭവിക്കുകയില്ല. ഇന്ന റബ്ബക ഫഅാലുൻ ലിമാ യുരീദ്. നിശ്ചയമായും നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായും നടപ്പിൽ വരുത്തുന്നവനാണ്. വളരെ ന്യായവും യുക്തവുമായിട്ടല്ലാതെ അവൻ ഉദ്ദേശിക്കുകയുള്ളൂ. വളരെ ന്യായവും യുക്തവുമായിട്ടുള്ളതേ അവൻ ഉദ്ദേശിക്കുകയുള്ളൂ. അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യം ഒരിക്കലും നേരിടുകയില്ല. മനുഷ്യരും ജിന്നുകളും മലക്കുകളും മുൻഗാമികളും പിൻഗാമികളും എല്ലാം സംഘടിച്ചിട്ട് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിൽ ഒരു മാറ്റം വരുത്തുവാൻ ഒരുങ്ങിയാൽ സാധ്യമല്ല. പരലോകത്തിലെ ആകാശവും ഭൂമിയും നാം ഇക്കാണുന്നതല്ല. പിന്നെ എങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ, അറിയേണ്ട ആവശ്യവുമില്ല. ഒരു കാലത്തും പുറത്തു പോകാതെ എന്നെന്നും അതിൽ തന്നെ എന്നാണ് ഇവിടത്തെ സാരം. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ എന്ന് വെച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചത് നടക്കുമെന്നർത്ഥം. അവൻ ഉദ്ദേശിച്ചവർക്ക് നിശ്ചിത കാലം നരകശിക്ഷ നൽകിയ ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നും വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ആയത്ത് 108. وَأَمَّا الَّذِينَ سُعِدُوا فَفِي الْجَنَّةِ خَالِدِينَ فِيهَا مَا دَامَتِ السَّمَاوَاتُ وَالْأَرْضُ. സൗഭാഗ്യം നൽകപ്പെട്ടവരാകട്ടെ അവർ സ്വർഗത്തിലാകുന്നു. ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം അവരതിൽ ശാശ്വതരായിരിക്കുന്ന അവസ്ഥയിൽ. ഇല്ലാ മാ ഷാ റബ്ബുക. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചതൊഴികെ. അത്വാഅൻ ഗൈറ മജ്ദൂദ്. ഒരിക്കലും മുറിഞ്ഞു പോകാത്ത പാരിതോഷികമായി. ആയത്ത് 109. ഫലാ തകു ഫീ മിരിയത്തിൻ മിമ്മാ യഅ്ബുദു ഹൗലാഇ. അതിനാൽ ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവയെ സംബന്ധിച്ച് നീ ഒരിക്കലും സംശയത്തിലായി പോകരുത്. മാ യഅ്ബുദൂന ഇല്ലാ കമാ യഅ്ബുദു ആബാഉഹും മിൻ ഖബ്ലു. ഇവരുടെ പൂർവ്വപിതാക്കൾ മുമ്പ് ആരാധിച്ചു കൊണ്ടിരുന്നത് പോലെ മാത്രമാണ് ഇവർ ആരാധിക്കുന്നത്. വേറെ ഒന്നും അവർ ചിന്തിച്ചില്ല, പൂർവികരെ പിൻപറ്റുക മാത്രം. വഇന്നാ ലമുവഫ്ഫുഹും നസീബഹും ഗൈറ മൻഖൂസ്. നിശ്ചയമായും നാം അവരുടെ ഓഹരി ഒട്ടും കുറവ് വരുത്താതെ അവർക്ക് പൂർത്തിയായി കൊടുക്കുന്നതാകുന്നു. ആരാധനക്ക് അവകാശി അള്ളാഹു മാത്രമാണ്. അതിൻ്റെ ഒരംശം അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നത് അള്ളാഹുവിന് കഠിന വെറുപ്പാണ്, പൊറുക്കുകയില്ല. വേറെ ഏതൊരു പാപവും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കും. പേജ് 811. പേജ് 811 വീണ്ടും ഈ ഇന്നാലെ മോഫുഹും നസീബും ഗൈറ മൻഖൂസ് എന്നുള്ളത് ആവർത്തിച്ചിട്ടുണ്ട്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 529. സൂറത്ത് ഹൂദ് ആയത്ത് 110. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫഖ്തുലിഫ ഫീഹി. സത്യമായും മൂസാക്ക് നാം ഗ്രന്ഥം നൽകി, എന്നിട്ടതിൽ ഭിന്നാഭിപ്രായമുണ്ടായി. പേജ് 811. വലൗലാ കലിമത്തുൻ സബഖത് മിൻ റബ്ബിക. നിന്റെ റബ്ബിന്റെ പക്കൽ നിന്നൊരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഖുദിയ ബൈനഹും. അവരുടെ ഇടയിൽ വിധി നടത്തപ്പെടുമായിരുന്നു. വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്. നിശ്ചയമായും അവർ അത് സംബന്ധിച്ച് ചഞ്ചലിപ്പിക്കുന്ന സംശയത്തിൽ തന്നെയാണ്.
അള്ളാഹു ഗ്രന്ഥമിറക്കിയത് മനുഷ്യരെ നിർമാർഗത്തിൽ യോജിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഭിന്നിപ്പും അവസാനിക്കുകയായിരുന്നു വേണ്ടത്. എന്നാൽ മനുഷ്യരുടെ കാര്യം മഹാകഷ്ടം തന്നെ. ഗ്രന്ഥം അവതരിപ്പിച്ചതിന് ശേഷവും അവർ പരസ്പരം ഭിന്നിക്കുകയാണ് ഉണ്ടായത്. മനുഷ്യർക്ക് എന്ത് പറ്റി? മുൻകടന്ന വാക്ക് എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് സ്വാതന്ത്ര്യം അനുവദിക്കുകയും കാര്യങ്ങളെപ്പറ്റിയുള്ള തീരുമാനം ഒരു പ്രത്യേക സന്ദർഭത്തിലേക്ക് നീട്ടിവെക്കുകയും ചെയ്തിട്ടുണ്ടെന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം ഇല്ലായിരുന്നെങ്കിൽ ഉടനടി യുക്തമായ നടപടി എടുക്കുമായിരുന്നു. ആയത്ത് 111. നിശ്ചയമായും ആ ഭിന്നാഭിപ്രായക്കാരായിട്ടുള്ള ഓരോരുത്തരുമാകട്ടെ സത്യമായും നിന്റെ റബ്ബ് അവർക്ക് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇന്നഹു ബിമാ യഅമലൂന ഖബീർ, അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് നിശ്ചയം. ആയത്ത് 112. ഫസ്തഖിം കമാ ഉമിർത, അതുകൊണ്ട് നീ കൽപ്പിക്കപ്പെട്ടത് പ്രകാരം നീ നേരെ ചൊവ്വേ നിലകൊള്ളുക. വമൻ താബ മഅക, നിന്റെ കൂടെ ഖേദിച്ചു മടങ്ങിയവരും. വലാ തത്വൗ, നിങ്ങൾ അതിരുകവിയരുത്. തീവ്രത ഒരിക്കലും പാടില്ല. നിരോധങ്ങളുടെയും കൽപ്പനകളുടെയും പരിധികൾ മറികടക്കരുത്. ആയത്ത് 812. ഇന്നഹു ബിമാ തഅമലൂന ബസ്വീർ, നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് സൂക്ഷ്മമായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ആയത്ത് 113. വലാ തർക്കനു ഇലല്ലദീന ളലമു, അക്രമികളായിട്ടുള്ളവരുടെ നേരെ നിങ്ങൾ ചാഞ്ഞു പോകരുത്. ഫതമസ്സകുമുന്നാറു, എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കും. വമാ ലക്കും മിൻ ദൂനില്ലാഹി മിൻ ഔലിയാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് രക്ഷാധികാരികളെ ഇല്ല. സുമ്മ ലാ തുൻസറൂൻ, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. സത്യനിഷ്ഠയും നീതിബോധവും ഇല്ലാത്ത താന്തോന്നികളായ അക്രമികളെ നിങ്ങൾക്ക് ഒരു താങ്ങും തണലുമെന്നോണം നിങ്ങൾ സ്വീകരിക്കരുത്. നിങ്ങളുടെ കാര്യങ്ങൾ അവരെ വിശ്വസിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. അവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസ്ത മിത്രങ്ങളാക്കരുത്. അവർ കഴിയുന്ന ദ്രോഹങ്ങളൊക്കെ നിങ്ങളോട് ചെയ്തവരും നിങ്ങൾക്ക് നാശം ആഗ്രഹിക്കുന്നവരുമാണെന്ന് ഇതിനകം നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല അവർ മുഖേന നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതുമല്ല. അർഹതയില്ലാത്തത് കൊണ്ട് അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുകയില്ല. കാഫറുകളെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്, സ്വകാര്യക്കാരാക്കരുത് എന്ന് മുമ്പ് പല സൂറത്തുകളിലും വിരോധിച്ചിട്ടുള്ള ആ വിഷയം തന്നെയാണ് ഇത്. ഇവിടെ അതായത് കാഫറുകളെ മിത്രങ്ങളാക്കരുത് എന്നുള്ളത് അവരെ വിശ്വസിച്ച് മുസ്ലിങ്ങളുടെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ രഹസ്യങ്ങൾ ഏൽപ്പിച്ചാൽ അത് മറ്റു പല പ്രശ്നങ്ങളിലേക്കും മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക രാഷ്ട്രത്തിനും പ്രശ്നം ഉണ്ടാവാനതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ്. അതല്ലാതെ അമുസ്ലിങ്ങളുമായി ഒരു തരത്തിലുള്ള ചങ്ങാത്തം പാടില്ല എന്നൊന്നും ഇതിന് അർത്ഥമില്ല. അവർക്ക് ബിർറ് ചെയ്യണം, അവർക്ക് ഗുണം ചെയ്യണം, അവരെ സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം, അവരെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ നീക്കണം. അതൊക്കെ അള്ളാഹുവിനുള്ള ഇബാദത്തിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആയത്ത് 114. പകലിൻ്റെ രണ്ടറ്റങ്ങളിലും രാവിൻ്റെ ആദ്യാമങ്ങളിലും നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്, നിശ്ചയമായും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളെ പോക്കിക്കളയുന്നതാകുന്നു. പാപത്തിൻ്റെ മാലിന്യത്തെ പുണ്യം കഴുകിക്കളയും. പാപം ചെയ്യാത്തതുപോലെയാകും നമസ്കാരവും ഇതര പുണ്യകർമ്മങ്ങളും തിന്മകളെ അകറ്റിക്കളയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എവിടെയായിരുന്നാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. തിന്മയ്ക്കു ശേഷം നന്മ ചെയ്യുക, അതിനെ മായ്ച്ചു കളയും. ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ നീ പെരുമാറുക. അഹ്മദ് 21:441. 5 നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, ഇവയെല്ലാം അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കും, വൻ പാപങ്ങൾ ഒഴികെ. മുസ്ലിം 574. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഒരാൾ ഒരു സ്ത്രീയെ ചുംബിച്ചു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ വിവരം പറഞ്ഞു. അപ്പോൾ അഖിമിസ് സ്വലാത്ത എന്ന വചനം അവതരിച്ചു. അപ്പോൾ അയാൾ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഇത് എനിക്ക് മാത്രമുള്ളതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായത്തിന് മുഴുവനുമുള്ളതാണ്. ബുഖാരി 44:87, മുസ്ലിം 71:77, അബൂദാവൂദ് 44:70, തിർമിദി 33:98, ഇബ്നു മാജ 43:95. സൽക്കർമ്മങ്ങൾ കാരണമായി പൊറുക്കപ്പെടുന്നത് ചെറുതിന്മകളാണ്. വൻ പാപങ്ങൾക്ക് പ്രത്യേകം നിബന്ധനകളോടുകൂടിയ പശ്ചാത്താപം വേണം. ഓർമ്മിക്കുന്നവർക്ക് ഒരു ഉത്ബോധനമാണിത്.
ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 530, സൂറത്ത് ഹൂദ് ആയത്ത് 115, പേജ് 813. വസ്ബിർ, നീ സഹിക്കുകയും ചെയ്യുക. ഫഇന്നല്ലാഹ ലാ യുദിയു അജ്റൽ മുഹ്സിനീൻ, നിശ്ചയമായും അള്ളാഹു പുണ്യവാന്മാരുടെ പ്രതിഫലം പാഴാക്കുകയില്ല. പുണ്യവാന്മാർ അള്ളാഹുവിൻ്റെ സ്നേഹത്തിനും പാരിതോഷികങ്ങൾക്കും അർഹരാണ്. അള്ളാഹു അവർക്കത് കൊടുക്കുക തന്നെ ചെയ്യും. ആയത്ത് 116. ഫലൗലാ കാന മിനൽ ഖുറൂനി മിൻ ഖബ്ലികും ഉലു ബഖിയ്യത്തിൻ, എന്നാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ തലമുറകളുടെ കൂട്ടത്തിൽ നല്ല പാരമ്പര്യമുള്ളവരായി ഉണ്ടാകാതിരുന്നതെന്ത്? യൻഹൗന അനിൽ ഫസാദി ഫിൽ അർദി, ലോകത്ത് കുഴപ്പത്തെ തടയുന്നവരായി. മുൻ തലമുറകളുടെ പിന്തുടർച്ചക്കാരായി നല്ല മനുഷ്യർ വളരെ കുറച്ചേ ഉണ്ടായുള്ളൂ. എന്തേ അങ്ങനെ ആയിപ്പോയത്? ഭൂമിയിൽ കുഴപ്പവും നാശവും ഉണ്ടാക്കുന്നത് തടയുന്ന ഒരു വിഭാഗം നിലനിൽക്കേണ്ടതായിരുന്നു. അതിൻ്റെ ആവശ്യവും മറുവശത്തെ ദോഷവും പല നിലയിലും തെളിയിച്ചു കൊടുത്തു. ജനം അത് അവഗണിച്ചു കളഞ്ഞു. പൊതുവെ മനുഷ്യരുടെ അവസ്ഥയാണിത്. ഇല്ല ഖലീലൻ മിമ്മൻ അൻജൈനാ മിൻഹും, അവരുടെ കൂട്ടത്തിൽ നാം രക്ഷിച്ച ചുരുക്കം ചിലരൊഴികെ. പ്രവാചകന്മാരെ രക്ഷിച്ചപ്പോൾ അവരോടൊപ്പമുണ്ടായിരുന്ന മുഅ്മിനുകളെയും രക്ഷിച്ചല്ലോ. അവരിൽ മുകളിൽ പറഞ്ഞ സ്വഭാവമുള്ളവർ ഈ പൊതുവായ ദുരവസ്ഥയിൽ നിന്നൊഴിവാണ്. സന്മാർഗചാരികളായ നല്ല മനുഷ്യർ എല്ലാ കാലത്തും താരതമ്യേന കുറവായിരിക്കും. അക്രമികളായിട്ടുള്ളവർ അവർക്ക് നൽകപ്പെട്ട സുഗാഢംബരങ്ങളുടെ പിന്നാലെ പോവുകയും അവർ കുറ്റവാളികളായി തീരുകയും ചെയ്തു. നീതിബോധവും മര്യാദയുമില്ലാത്ത ദുർജനങ്ങൾ ലൗകികമായ സുഗാഢംബരങ്ങളിലും ആർഭാടങ്ങളിലും മുഴുകിയവരായിത്തീർന്നു. ഏത് വിധത്തിലായാലും ഇവിടെ സുഖവും സൗകര്യവും വേണമെന്ന് മാത്രമേ അവർക്ക് ഉദ്ദേശ്യമുള്ളൂ. ജീവിതം പരമാവധി ആസ്വദിക്കണം എന്നതാണ് അവരുടെ നയം. അങ്ങനെ അവർ മഹാപാപികളായിത്തീർന്നു. ആയത്ത് 117. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിദുൽമിൻ, നിന്റെ റബ്ബ് വല്ല അക്രമവും നിമിത്തം രാജ്യങ്ങളെ നശിപ്പിക്കുകയില്ല. വഅഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടുകാർ നന്മ ചെയ്യുന്നവരായിരിക്കെ നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു കൂട്ടരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് അനീതിയാണല്ലോ. അള്ളാഹു ഒരിക്കലും അനീതി ചെയ്യുകയില്ലെന്ന് സാരം. മറ്റൊരു പ്രകാരത്തിലും ഇവിടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്, അക്രമം നിമിത്തം ശിക്ഷിക്കുകയില്ല എന്ന്. അക്രമം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്കാണ്. അപ്പോൾ ആളുകൾ മുശ്രിക്കുകളായാൽ മറ്റു വിഷയങ്ങളിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ രാജ്യം അള്ളാഹു നശിപ്പിക്കുകയില്ല എന്ന് സാരം. മുമ്പ് കഴിഞ്ഞ പല സമുദായങ്ങളെയും നശിപ്പിച്ചത് ഷിർക്കിന് പുറമെ പല കുറ്റങ്ങളും ചെയ്തത് കൊണ്ടാണ്. സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിയുടെ ജനത ദൃഷ്ടാന്തമായിരുന്ന ഒട്ടകത്തെ അറുത്തു. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിയുടെ കൂട്ടർ അളത്തത്തിലും തൂക്കത്തിലും വ്യത്യാസം ചെയ്തു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ ജനതയുടെ സ്വർഗരതി ഇവ നിമിത്തമാണ് നശിപ്പിക്കപ്പെട്ടത്. എല്ലാം അള്ളാഹുവിനറിയാം. ആയത്ത് 118. വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മതൻ വാഹിദതൻ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു. എല്ലാവരും അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചിട്ടില്ല. ഏത് കാലത്തും നാം നോക്കിയാൽ പ്രവാചകന്റെ കാലത്ത് പോലും ലോകജനതയിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ കുറവാണ്, അല്ലാത്തവരാണ് അധികം. അപ്പോൾ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തീർച്ച. വലാ യസാലൂന മുഖ്തലിഫീൻ, എന്നാൽ അവർ ഭിന്നാഭിപ്രായക്കാരായി കൊണ്ടേയിരിക്കുന്നതാണ്. ആയത്ത് 119. ഇല്ലാ മർ റഹിമ റബ്ബുക, നിന്റെ റബ്ബ് കരുണ നൽകിയവരൊഴികെ റബ്ബിന്റെ കാരുണ്യം ലഭിച്ചവർ ഭിന്നിക്കുകയില്ല. അള്ളാഹു അവതരിപ്പിച്ചതും പ്രവാചകൻ ഉപദേശിച്ചതും മുറുകെ പിടിച്ച് അവർ ഉറച്ചു നിൽക്കുന്നതാകുന്നു. സ്വന്തം അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും കൈയൊഴിച്ച് ആ നേർമാർഗം അവർ സ്വീകരിക്കുന്നതാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേദക്കാർ 72 കക്ഷികളായി പിരിഞ്ഞു, എൻ്റെ സമുദായം 73 കക്ഷികളായി പിരിയും. അവരിൽ ഒന്ന് മാത്രമായിരിക്കും രക്ഷപ്പെട്ട കക്ഷി. ഞാനും എൻ്റെ സ്വഹാബികളും സ്വീകരിച്ച മാർഗം സ്വീകരിക്കുന്നവരാണ് അവർ. സ്വന്തം അഭിപ്രായങ്ങളെയും ആഗ്രഹങ്ങളെയും മുന്തിക്കുന്നവർ ശരിയായ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് മാത്രമല്ല, പിന്നീട് ആ പുതിയതിൽ പോലും ഉറച്ചു നിൽക്കാതെ പിന്നെയും പല പുതിയതിലും ചെന്ന് പരസ്പരം ഭിന്നിക്കുകയും അങ്ങനെ ഒന്നുമല്ലാതെ ആയിത്തീരുകയും ചെയ്യും. നേർമാർഗത്തിൽ നിന്ന് അകന്ന് നേർവിപരീതമായ ഒരവസ്ഥയിൽ എത്തിച്ചേരുകയായിരിക്കും ഇതിൻ്റെ ഫലം. നോക്കുക, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കലാണ് ശരിയായ മാർഗം. അതിൽ നിന്ന് തെറ്റിപ്പോയിട്ട് ഔലിയാക്കളോട് പ്രാർത്ഥിക്കുന്നതിന് വിരോധമില്ലെന്ന് ചിലർ ആദ്യം പറഞ്ഞു, പിന്നെ അത് നല്ലതാണെന്ന് പറഞ്ഞു, ഇപ്പോഴത് നിർബന്ധമാണെന്ന വാദത്തിലാണ് എത്തി നിൽക്കുന്നത്. ഔലിയാക്കളോട് പ്രാർത്ഥിച്ചാലേ ശരിയാവുകയുള്ളൂ എന്ന് വാദിക്കുന്നവർക്ക് ഇസ്ലാമിൽ എന്ത് സ്ഥാനം? ഈ സമുദായം എവിടെ എത്തിയിരിക്കുന്നുവെന്ന് ചിന്തിക്കുക. വലിദാലിക ഖലഖഹും,
അതിന് തക്കവണ്ണമാണ് അള്ളാഹു അവരെ സൃഷ്ടിച്ചത്. ഇഷ്ടം പോലെ ജീവിക്കുവാൻ അള്ളാഹു സ്വാതന്ത്ര്യം നൽകി. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ജീവിത രീതി സ്വീകരിച്ചോട്ടെ. ഒരു കൂട്ടർ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് വാശി പിടിച്ചു. വേറൊരു കൂട്ടർ മറ്റു പലരെയും ആരാധിക്കാമെന്ന് പറഞ്ഞു. മറ്റൊരു കൂട്ടർ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്ക് ഒരു പുണ്യകേന്ദ്രമായി അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും പടുത്തുയർത്തിയ കഅബക്കകത്ത് വിഗ്രഹങ്ങൾ നിറച്ചു വെച്ച് ഒരു കൂട്ടർ ആരാധിച്ചു. സൃഷ്ടാവിനെ ആരാധിക്കുവാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ബാബരി മസ്ജിദ് തകർത്തു കളഞ്ഞിട്ട് അവിടെ ശ്രീരാമനെ ആരാധിക്കുന്ന അമ്പലമുണ്ടാക്കാൻ ഒരു കൂട്ടം മനുഷ്യർ ശ്രമിക്കുന്നു. ഇതെഴുതുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ മനുഷ്യർക്ക് അള്ളാഹു നൽകിയ ചിന്താ സ്വാതന്ത്ര്യത്തിൻ്റെയും പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ മനുഷ്യർ വിവിധ മാർഗങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് തന്നെ അവരവർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെ. സ്വന്തം കർമ്മങ്ങളുടെ ഫലം അവർ തന്നെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. പേജ് 815. وتمت كلمة ربك لأملأن جهنم من الجنة والناس أجمعين. ജിന്നുകളെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും നരകം ഞാൻ നിറക്കുക തന്നെ എന്ന നിന്റെ റബ്ബിന്റെ പ്രഖ്യാപനം നിറവേറിയിരിക്കുന്നു. ആയത്ത് 120. وكلن نقص عليك من أنباء الرسل ما نثبت به فؤادك. നിന്റെ ഹൃദയത്തിന് സ്ഥൈര്യം നൽകുന്ന പ്രവാചകന്മാരുടെ ചില വൃത്താന്തങ്ങളെല്ലാം നിനക്ക് നാം വിവരിച്ചു തരുന്നു. നിനക്കിതിലൂടെ സത്യം വന്നെത്തുകയും ചെയ്തിരിക്കുന്നു. വിശ്വാസികൾക്ക് ഉത്ബോധനവും ഉപദേശവും. ആയത്ത് 121. വിശ്വസിക്കാത്തവരോട് നീ പറയുകയും ചെയ്യുക, നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ കർമ്മം ചെയ്യുക, ഞങ്ങളുടെ നിലപാടനുസരിച്ച് ഞങ്ങളും കർമ്മം ചെയ്യുന്നു. നമ്മൾ പരസ്പരം സ്വാതന്ത്ര്യം അനുവദിക്കാം. ആരും ആരെയും നിർബന്ധിക്കുകയോ ദ്രോഹിക്കുകയോ ചെയ്യരുത്. ഞങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുകയില്ല, ഞങ്ങളെ നിങ്ങളും നിർബന്ധിക്കേണ്ട. കർമ്മങ്ങളുടെ ഫലവും അവരവർക്ക്. ആയത്ത് 122. വന്തളിറൂ ഇന്നാ മുന്തളിറൂൻ. നിങ്ങൾ കാത്തിരിക്കുക, ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്നും പറയുക. തക്ക സമയത്ത് വേണ്ടത് ചെയ്യുക, വരും പോലെ കാണാമെന്ന് വെക്കുക. ആയത്ത് 123. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദി. ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യം അല്ലാഹുവിൻ്റെതാകുന്നു. അദൃശ്യമായ അറിവും അദൃശ്യമായ കഴിവും അള്ളാഹുവിനാണ്. വേറെ ആർക്കും അദൃശ്യമായ അറിവില്ല, അദൃശ്യമായ കഴിവുമില്ല. വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു. കാര്യങ്ങളൊക്കെ അവങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യും. ഭാവിയിൽ എന്താണ് വരാൻ പോകുന്നത് എന്ന കാര്യം അദൃശ്യമാണ്, നിങ്ങൾക്ക് അതറിയാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏത് സന്ദർഭത്തിലും വേണ്ടത് ചെയ്യുക. അത് ഫലപ്പെടുമോ വിജയിക്കുമോ എന്ന് സംശയിക്കുകയും ഓരോന്ന് സങ്കല്പിക്കുകയും ചെയ്തിട്ട് കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തരുത്. വരും പോലെ കാണാമെന്ന് വെച്ച് ധൈര്യമായി മുന്നോട്ട് നീങ്ങുക. ഫഅ്ബുദുഹു. അതിനാൽ നീ അവനെ ആരാധിക്കുക. അദൃശ്യമായ കഴിവും അറിവും കഴിവും അള്ളാഹുവിന് മാത്രമായതുകൊണ്ട് കാര്യങ്ങളൊക്കെ അവങ്കിലേക്ക് ഭരമേൽപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടും അവൻ ആരാധനക്ക് അവകാശിയായിരിക്കുന്നു. ആ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ട് കാര്യങ്ങൾ. പേജ് 814. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക. വതവക്കൽ അലൈഹി. അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ഭരമേൽപ്പിക്കൽ എങ്ങനെയെന്ന് മുമ്പ് പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ഓരോ കാര്യത്തിലും നമ്മൾ കഴിയുന്നതൊക്കെ ചെയ്യുക. കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ തടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവയൊക്കെ അള്ളാഹുവിലേക്ക് വിടുക. അവയെപ്പറ്റി ആശങ്കിച്ചും ഭയപ്പെട്ടും വിഷമിക്കാൻ പാടില്ല. അള്ളാഹു വേണ്ടത് ചെയ്യും എന്നുറപ്പിക്കുക. നമ്മുടെ പരിശ്രമം കൊണ്ട് കാര്യം പൂർത്തിയാകാത്തതിനാൽ നമ്മുടെ പരിശ്രമം വിജയിപ്പിക്കുവാൻ അള്ളാഹുവിനോട് തേടുക. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചൊരിക്കലും നിന്റെ റബ്ബ് അശ്രദ്ധനല്ല. എല്ലായ്പ്പോഴും അവൻ ശരിക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്ര രഹസ്യമാക്കി വെച്ചാലും മറച്ചു പിടിച്ചാലും അവൻ കാണാതെ പോകുകയില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.